നമുക്കറിയാവുന്നതുപോലെ കൊല്ലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വി എസുമായിട്ടൊക്കെയുള്ള ബന്ധം അത് നമുക്ക് പറയേണ്ട ആവശ്യം പോലുമില്ല. അത്രമേൽ ഇഴചേർന്ന് കിടക്കുന്നതാണ് കൊല്ലവും കമ്മ്യൂണിസ്റ്റ് ചരിത്രവും. അവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, അവിടുത്തെ കയർ തൊഴിലാളികൾ, അവിടെ നടന്ന പ്രക്ഷോഭങ്ങൾ, അവിടുത്തെ KPSC തുടങ്ങി വലിയ ചരിത്രമാണ് കൊല്ലത്തിന് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കൊല്ലം പ്രിയപ്പെട്ട സഖാവിന് ഇനി വി എസിന് ഈ കൊല്ലത്തേക്കൊരു മടങ്ങിവരവുണ്ടാവില്ല, വി എസിന് തിരുവനന്തപുരത്തേക്കൊരു മടങ്ങിപ്പോക്കുണ്ടാകില്ല. വി എസ് ആലപ്പുഴയുടെ മണ്ണിൽ അന്ത്യവിശ്രമത്തിന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സഖാവിനെ ഇന്നുകൂടി മാത്രമേ ആ പ്രിയപ്പെട്ടവർക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇന്നുകൂടി മാത്രമേ ആ സഖാവിൻ്റെ മുഖം അവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഏത് പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് എന്ത് പ്രകൃതിക്ഷോഭമുണ്ടായാലും അതിനെയൊക്കെയും മറികടന്ന് സഖാവിന് വേണ്ടി നിൽക്കുകയാണ് ആ കാണുന്ന നൂറുകണക്കിന് മനുഷ്യർ. അവർ ഇന്ന് രാവിലെ വന്നവരല്ല, ഇന്നലെ രാത്രി മുതൽ തന്നെ അവിടെ എത്തി സ്ഥലം പിടിച്ചവരാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ സഖാവിനെ കണ്ടേ മടങ്ങുകയുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചവരാണ്. പ്രിയപ്പെട്ട വി എസിന് ഈ നാട് വിട നൽകുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ അപൂർവതയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലും അതുപോലെ ഭരണാധികാരി എന്ന നിലയിലും വി എസ് അച്യുതാനന്ദൻ ഈ നാടിന് നൽകിയിരിക്കുന്ന സംഭാവന അത് വിലമതിക്കാനാകാത്തതാണ്. ജനിച്ചപ്പോൾ മുതൽ കമ്മ്യൂണിസ്റ്റാണ്. കാരണം അദ്ദേഹം ജനിച്ച് 6-7 വയസ്സ് മുതൽ തന്നെ സമരരംഗത്തേക്ക് ഇറങ്ങിയതാണ്. പറഞ്ഞാലും തീരില്ല വി എസ് അനുഭവിച്ചിട്ടുള്ളതും വി എസ് ചെയ്തിട്ടുള്ളതുമായ ഓരോരോ കാര്യങ്ങളും. ഈ കേരള ജനതയ്ക്ക് വേണ്ടി, ഈ കേരള മണ്ണിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളും. ഇന്ത്യ മഹാരാജ്യം ഉണ്ടാകുന്നതിനും മുൻപ്, കേരളം പിറക്കുന്നതിനും മുൻപ് ഈ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി പോരാടിയ മനുഷ്യനാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. CPMൻ്റെ സ്ഥാപിത നേതാക്കളിൽ ഏറ്റവും അവസാനത്തെ ആൾ കൂടിയായിരുന്നു, ജീവിച്ചിരുന്ന ഏറ്റവും അവസാനത്തെ ആൾ കൂടിയായിരുന്നു സഖാവ് വി എസ്. ആ സഖാവാണ്, ആ പ്രിയപ്പെട്ടവനാണ് ഈ കേരള മണ്ണിൻ്റെ എല്ലാമാണിപ്പോൾ നിശ്ചലനായി ജനങ്ങൾക്കിടയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നത്. 15.5 മണിക്കൂറാകുന്നു ആ വിലാപയാത്ര. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ചിട്ട് വി എസ് എത്രയോ വട്ടം ചർച്ചകൾ നടത്തിയ, വി എസ് എത്രയോ വട്ടം പ്രസംഗിച്ച, വി എസ് എത്രയോ വട്ടം കയറിയ ആ ദർബാർ ഹാൾ ഇന്നലെ ഉച്ചയ്ക്ക് 2:30 പൂർണ്ണമായും വി എസിന് വിട നൽകിയത്, കണ്ണീരോടുകൂടി വിട നൽകിയത്. ആ വിലാപയാത്രയാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴും കരുനാഗപ്പള്ളിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ ആ വിലാപയാത്ര എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അത്രമേലാണ് ആ ജനങ്ങൾ, ഈ മനുഷ്യർ, ഈ കേരള മണ്ണിലെ ഓരോ മനുഷ്യരും വി എസിന് നൽകുന്ന സ്നേഹാഭിവാദ്യം, ഹൃദയാഭിവാദ്യം. ഇതിൽ പാർട്ടി CPM എന്നോ ഇടതുപക്ഷമെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ മനുഷ്യരെയും അവരുടെ ജീവിത കാലയളവിൽ ഒരിക്കലെങ്കിലും സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് വി എസ്. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഓരോരുത്തരും ഇത്രയും എന്ത് കഷ്ടതകൾ അനുഭവിച്ചാലും വി എസിനെ കണ്ടേ മടങ്ങൂ. വി എസിന് വേണ്ടി, ആ 102 വയസ്സായ മനുഷ്യന് വേണ്ടി ഇപ്പോഴും നെഞ്ചു പൊട്ടിക്കരയുന്നത്, ഇപ്പോഴും കണ്ണേ കരളേ വി എസ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് ആർത്തു വിളിക്കുന്നത്, നെഞ്ചുലഞ്ഞു വിളിക്കുന്നത്. ശ്രീരാജ് ബാബു തുടരുന്നുണ്ട്. നമുക്കിപ്പം ശ്രീരാജെ പറയാം. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു വി എസ് ഇക്കാലം അത്രയും സമരം ചെയ്തതും ഇക്കാലം അത്രയും പോരാടിയതുമെല്ലാം. അതിന്റെ ഈ മനുഷ്യർ അവരുടെ ആ സ്നേഹമാകെ വിലാപയാത്രയിൽ ഇങ്ങനെ ഇത്രത്തോളം കാത്തു നിന്നുകൊണ്ട് കാണിക്കുന്നത്. ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ മനുഷ്യർ നോക്കി നിൽക്കുന്നത് ആ വി എസിന്റെ ആ വിലാപയാത്രയാണ്. ആ വിലാപയാത്ര, വി എസിന്റെ വിലാപയാത്ര ഇവിടേക്ക് എത്തുമ്പോൾ ആ മുദ്രാവാക്യം മുഴക്കാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ ഈ തെരുവീഥികളിൽ കാത്തു നിൽക്കുന്നത്. വി എസ് ഇന്നലെ ആർക്കു വേണ്ടിയിട്ടാണോ ഉറക്കം വച്ചത്, വി എസ് ആർക്കു വേണ്ടിയിട്ടാണോ ഉറങ്ങാതിരുന്നത്, ആ മനുഷ്യരാകെ ഇന്ന് വി എസ് ഉറങ്ങുമ്പോൾ ഉറക്കമുളച്ച് വി എസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ, ഇതിലും മനോഹരമായി എങ്ങനെ ആ മനുഷ്യന് യാത്ര നൽകാൻ ഈ നാട് തയ്യാറാകുമെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ മനുഷ്യരാകെ ഒന്നാകെ ഉറങ്ങാതിരിക്കുന്നത്, ഈ മനുഷ്യർ ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയവരാണ്, ഇവരൊന്നാകെ ഉറങ്ങാതിരിക്കുന്നത് വി എസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ഒടുവിൽ വി എസിനെ ഒരു നോക്ക് കണ്ട് ആ മുദ്രാവാക്യം, കണ്ണേ കരളെ വി എസ് എന്ന ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഇവരിൽ പലരും വി എസിന്റെ രാഷ്ട്രീയം പിന്തുടരുന്ന ആളുകളായിരിക്കില്ല,
എസിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാവില്ല. ഒരുപക്ഷെ ഇന്നലെ വരെയും എസിനെ തള്ളിപ്പറഞ്ഞിരുന്ന, എസിനെ കുറ്റപ്പെടുത്തിയിരുന്ന, എസിനെ രാഷ്ട്രീയമായി എതിർത്തിരുന്ന മനുഷ്യർ പോലും ഇപ്പോൾ ഈ തെരുവിൽ വന്ന് ഇങ്ങനെ എസിനെ കാത്തു നിൽക്കേണ്ടുന്ന ഒരു അപൂർവ സാഹചര്യം, എസിന് വേണ്ടി ഉറക്കമുളച്ചുകൊണ്ട് എസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അപൂർവ സാഹചര്യം, അത്രത്തോളം മഹത്തരമായിരുന്നു ആ എസിന്റെ ജീവിതം. ആ ജീവിതം കേരളത്തിനെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നത്, ഒരു പക്ഷേ എസിന്റെ രാഷ്ട്രീയ സമരങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു തലമുറയ്ക്ക് വ്യക്തമാക്കി തരുന്നത് ഈ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. ഇങ്ങനെ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. ഏത് തരത്തിൽ എന്തായിരുന്നു എസ് എന്നും എന്തായിരുന്നു എസ് ഈ നാടിനു വേണ്ടി ചെയ്തതെന്നും എസിനെ അറിയാത്ത, എസിനെ പറഞ്ഞു കേട്ട് മാത്രം അറിവുള്ള ആ തലമുറയ്ക്ക് കാട്ടിത്തരികയാണ് ഈ മനുഷ്യരെന്നാകെ. ലക്ഷക്കണക്കിന് മനുഷ്യർ ഇത്തരത്തിൽ ഈ തെരുവോരങ്ങളുടെ വീതികളിൽ ഇങ്ങനെ എസിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ഈ കൊടും മഴയത്ത്, ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും എസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് ഇന്നലെ കൊണ്ട വെയിലിലാണ്. ഈ മനുഷ്യരാകെ ഇപ്പോൾ തണല് കൊള്ളുന്നത് ഈ എസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കൊണ്ട കല്ലിലും അടിയിലുമാണ് ഈ മനുഷ്യരാകെ ഇന്ന് നട്ടല് നിവർത്തി നിൽക്കുന്നത് എന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യരാകെ ഈ എസിനെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. ഏറ്റവും ഒടുവിലായി അവർക്ക് ഈ മനുഷ്യന് വേണ്ടിയിട്ട് ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, ഒരു റെഡ് സല്യൂട്ട് നൽകാൻ, ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും മണിക്കൂറുകൾ ഈ മനുഷ്യരിങ്ങനെ ഈ മഴയത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എന്നാണ്, ഉറങ്ങാതെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എന്നാണ്. എസിന്റെ മഹത്തരം എത്രത്തോളമാണ് എന്ന് നമുക്ക് ഈ പുതിയ തലമുറയ്ക്ക് മുന്നിൽ കാട്ടിത്തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉദാഹരണം. എസ് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഏറ്റവും വലിയ കൊടിയ പീഡനങ്ങളും ദാരിദ്ര്യവും അടക്കം അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു ബാലനായിരുന്നു. 4-ാം വയസ്സിൽ അവന്റെ അമ്മയെ നഷ്ടപ്പെടുന്നു. 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട ശേഷമാണ് പിന്നീട് തയ്യൽ തൊഴിലാളിയായി മുന്നോട്ട് പോകുന്നതും പിന്നീട് വിവിധ സമരങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നതും. അത്തരത്തിൽ പിന്നീട് എസിനെ കണ്ടത് വലിയ സമരങ്ങൾ നടത്തുന്ന, വലിയ സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ടവനും കർഷകനും വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ഒരു വലിയ നേതാവായി എസ് രൂപാന്തരപ്പെടുന്നു. അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിന്ന ഒരു സഖാവായിരുന്നു സഖാവ് എസ് അച്യുതാനന്ദൻ. ആ മനുഷ്യൻ എപ്പോഴും ശബ്ദമുയർത്തിയിരുന്നത്, ആ മനുഷ്യൻ എപ്പോഴും പോരാടിയിരുന്നത് ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും അധസ്ഥിത വർഗത്തിൽപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ട് പോരാടിയ ഒരു മനുഷ്യരാണ് ഇന്ന് ഈ നിത്യശൈലിയിൽ ഈ പാതയിലൂടെ, ഈ തെരുവീതിയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നത്. ആ മനുഷ്യന് നൽകാവുന്ന ഏറ്റവും ഉചിതമായ വിടവാങ്ങൽ തന്നെയാണ് ഈ നാടിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വിലാപയാത്ര എവിടെ നിന്ന് ആരംഭിച്ചോ ആരംഭിച്ച ആ ഘട്ടം മുതൽ ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ എത്തി നിൽക്കുമ്പോൾ വരെയും ആ മനുഷ്യർ, ഈ നാട്ടിലെ മനുഷ്യർ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ഈ എസ് അച്യുതാനന്ദന് നൽകുന്ന ഏറ്റവും ഉചിതമായ യാത്രയെപ്പാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അത്രത്തോളം വൈകാരികമായിട്ട് തന്നെയാണ് ഈ മനുഷ്യരാകെ ഈ എസ് അച്യുതാനന്ദൻ എന്ന എസ് എന്ന രണ്ടക്ഷരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. ഈ പെരുമഴയത്തും ഇപ്പോൾ സമയം 6 മണിയോടടുക്കുന്നു. ഈ ഘട്ടത്തിലും ഇന്നലെ ഉച്ചയ്ക്ക് വന്ന പല ആളുകൾ, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ, സ്ത്രീകൾ, ചെറിയ കുട്ടികളെ തോളിലെടുത്തിട്ട് കൊണ്ടുവന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ എസ് ഇപ്പോൾ വരും, എസിന്റെ വിലാപയാത്ര ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കരുതിക്കൊണ്ട് ഇന്നലെ ഉച്ച മുതൽ കാത്തു നിൽക്കുന്ന അതേ മനുഷ്യർ തന്നെയാണ് ഇപ്പോഴും ഈ മഴയത്തും ആ മഴ നനഞ്ഞും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഇപ്പോഴും ഇങ്ങനെ തെരുവിൽ കാത്തു നിൽക്കുന്നത്. എസ് എന്ന ആ മനുഷ്യൻ ഇവിടേക്ക് വരുമ്പോൾ ഒരുപക്ഷെ 3-4 നിമിഷം മാത്രമായിരിക്കും ആ മനുഷ്യനെ അടുത്ത് കാണാൻ സാധിക്കുക. ആ 4 നിമിഷത്തിന് വേണ്ടി മണിക്കൂറുകളോളം ഈ മനുഷ്യർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത് തന്നെയാണ് എന്തായിരുന്നു എസ് കേരളത്തിനെന്നും എസ് കേരളത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു എന്നും ഒരുപക്ഷെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാമുള്ള തെളിവാണ്, അല്ലെങ്കിൽ അവർക്കെല്ലാം മുന്നിൽ എഴുതി വെച്ചിരിക്കുകയാണ്, കോറിയിടുകയാണ് ഈ മനുഷ്യരിങ്ങനെ ഈ തെരുവീതികളിൽ ഈ മഴയത്ത് ഇങ്ങനെ നിന്നുകൊണ്ട്. അത്രയും രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മൺമറഞ്ഞു പോകുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 5-6 വർഷങ്ങൾ അദ്ദേഹം
എല്ലാം ഈ രാഷ്ട്രീയത്തിന്റെ ഒന്നും മുന്നിലില്ലായിരുന്നു, ഈ രാഷ്ട്രീയ കോലാഹലങ്ങളുടെ ഒന്നും മുന്നിലില്ലായിരുന്നു, ചിത്രങ്ങളിൽ ഒന്നിലും ഇല്ലായിരുന്നുവെങ്കിൽ പോലും ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും, ഓരോ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴും, ഓരോ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാകുമ്പോഴും എന്തായിരിക്കും VS ഉണ്ടായിരുന്നെങ്കിൽ പറയുക, അല്ലെങ്കിൽ VS ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെയായിരുന്നിരിക്കും എന്ന് ഓരോ മനുഷ്യനെയും പറ്റി ചിന്തിക്കുന്ന അത്രത്തോളം വൈകാരികമായ അടുപ്പമുള്ള, വൈകാരികമായി മലയാളികളോട് ചേർന്ന് കിടക്കുന്ന, മലയാളി മനസ്സുകളോട് പിണഞ്ഞു കിടക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. അതൊരു പക്ഷേ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതീതമായി, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതീതമായി, ഇടതുപക്ഷ വിശ്വാസങ്ങൾക്ക് അതീതമായി എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളിലും പെടുന്ന, എല്ലാവിധ രാഷ്ട്രീയ വിശ്വാസങ്ങളിലും പെടുന്ന ആളുകൾ അടിയുറച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് പോലും സ്വീകാര്യനായ ഒരു നേതാവ് കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. അത് പലപ്പോഴും പാർട്ടിക്കുള്ളിൽ കലഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പല ജനകീയ സമരങ്ങളുടെയും മുഖമായി നിന്നുകൊണ്ട്, അവർക്ക് മുന്നിലേക്ക് വന്നുകൊണ്ട്, അവർക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള VSന്റെ അത്തരത്തിലുള്ള പ്രവർത്തികളടക്കം പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും ഇത്തരത്തിൽ എല്ലാ വിഭാഗം മനുഷ്യരെയും VSനോട് അടുപ്പിച്ചതിൽ വലിയ പങ്ക് വഹിച്ചതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ അത്രത്തോളം സ്വാധീനമുള്ള, അത്രത്തോളം ജനങ്ങൾക്കിടയിലുള്ള ഒരു മനുഷ്യനെയാണ് ഈ കേരളത്തിൽ നഷ്ടമായിരിക്കുന്നത്. ആ മനുഷ്യന് അർഹിക്കുന്ന വിടവാങ്ങൽ, ആ മനുഷ്യന് അർഹിക്കുന്ന അന്ത്യാഭിവാദ്യമാണ് ഈ നാട്ടിലെമ്പാടും നടത്തുന്നത്. ഇപ്പോൾ കരുനാഗപ്പള്ളിയുടെ മണ്ണിലേക്ക് ഈ VSനെ വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര എത്തി നിൽക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ കരുനാഗപ്പള്ളിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഇങ്ങനെ നിരന്നു നിൽക്കുന്നത്. ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും, ഇത്രത്തോളം കാലാവസ്ഥ മോശമായ സാഹചര്യത്തിലും ഒരടി പോലും പിന്നോട്ട് പോകാതെ അവരിങ്ങനെ കാത്തു നിൽക്കുന്നത് VS അച്യുതാനന്ദൻ എന്ന അതേ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഇന്നലകളിൽ VSന്റെ പ്രസംഗങ്ങൾക്ക് മുന്നിൽ, VSന്റെ വേദികൾക്ക് മുന്നിൽ, VS നയിച്ച സമരങ്ങൾക്ക് മുന്നിൽ ഇവരിൽ പലരും ഉണ്ടായിരുന്നിരിക്കാം. അവർ ആ സമരങ്ങൾക്ക് മുന്നിൽ നിന്ന് VSന്റെ കണ്ണിൽ നോക്കി വിളിച്ച കണ്ണേകരളെ VS എന്ന മുദ്രാവാക്യം ഏറ്റവും ഒടുവിലായി ഒന്നുകൂടി വിളിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ VSന്റെ മുന്നിൽ ഒന്നുകൂടി വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കാം ഇവരിവിടെ ഒത്തുകൂടിയത്. ഇവിടെ എത്തിയിട്ടുള്ള നിരവധി ചെറുപ്പക്കാരായ, നിരവധി കുട്ടികളായിട്ടുള്ള ആളുകളുണ്ട്. ഒരുപക്ഷെ VS സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്നോക്കം പോയ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം മാറി നിന്ന ഘട്ടത്തിൽ ജനിച്ച കുട്ടികൾ അടക്കം ഇവിടെയുണ്ട്. അവർ ഒരിക്കൽ പോലും VSനെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, ഒരിക്കൽ പോലും VSന്റെ പ്രസംഗങ്ങളോ സമരങ്ങളോ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ രക്ഷിതാക്കളിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ മുത്തശ്ശന്മാരിൽ നിന്നും, മുത്തശ്ശിമാരിൽ നിന്നും VSനെ പറ്റി പറഞ്ഞറിഞ്ഞ്, VSന്റെ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞറിഞ്ഞ്, എന്തായിരുന്നു VS എന്ന് പറഞ്ഞറിഞ്ഞ് ആ കണ്ണേകരളെ VS എന്ന മുദ്രാവാക്യം അവർ ഇന്നും കാണാപ്പാഠമായിരിക്കുന്നത്. ഇത്തരത്തിൽ അത്രത്തോളം വൈകാരികമായ അടുപ്പം ഈ മനുഷ്യർക്ക് VS എന്ന ആ രണ്ടക്ഷരത്തോടുള്ളത് കൊണ്ടാണ്. കണ്ണേകരള എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കിയായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന VS എന്ന ആ മുദ്രാവാക്യം ഈ ചെറിയ കുട്ടികളിൽ പോലും എത്തി നിൽക്കുന്നു. അത്രത്തോളം ഈ തലമുറ കൈമാറി എന്നൊക്കെ പറയുന്ന പോലെ ആ VS എന്ന ആ വികാരം, അല്ലെങ്കിൽ VS എന്ന ആ എന്തായിരുന്നുവെന്ന ആ രാഷ്ട്രീയ ബോധമടക്കം ഇത്തരത്തിൽ പല തലമുറകൾ കൈമാറി വരികയാണ് എന്നത് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. ഓരോ തെരുവീതികളിലും ഇത്രത്തോളം ആളുകൾ തിങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കാഴ്ച അത്രത്തോളം വൈകാരികമായിരുന്നു. അതേതോ ഈ പല വഴികൾ കൊല്ലം ജില്ലയിലേക്ക് കടന്നാൽ പാരിപ്പള്ളിയിലായിരുന്നു ആദ്യത്തെ പൊതു ദർശനം നടത്തിയിരുന്നത്. കടമ്പാട്ടുകോണം കഴിഞ്ഞാൽ പിന്നീട് പാരിപ്പള്ളിയിലായിരുന്നു ആദ്യ പൊതുദർശനം നടത്തിയിരുന്നത്. പാരിപ്പള്ളിയിൽ തടിച്ചുകൂടിയ ആളുകൾ വിളിച്ചു പറഞ്ഞതും ഞാനിപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയായിരുന്നു VS ഈ മണ്ണിന്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു VS കേരളത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നതെന്നും, കേരളത്തിലെ അധസ്ഥിത വർഗത്തോടൊപ്പവും അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടൊപ്പവും ഏറ്റവും സാധാരണക്കാരായ പിന്നോക്ക വിഭാഗത്തിൽ പെട്ടുപോയ മനുഷ്യരോടൊപ്പവും, അത്തരത്തിൽ ഏറ്റവും അടിസ്ഥാന വർഗത്തിനോടൊപ്പവും എങ്ങനെ VS ചേർന്നു നിന്നു എന്നത് വിളിച്ചോതുന്നതായിരുന്നു. ഈ പാരിപ്പള്ളി മുതൽ ഇപ്പോൾ കരുനാഗപ്പള്ളി വരെ എത്തി നിൽക്കുമ്പോൾ ജില്ലയിലെ കാഴ്ച സമാനം തന്നെയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ അനന്തപുരി ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ഏറ്റവും അർഹിക്കുന്ന തരത്തിലുള്ള അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു ആ രാഷ്ട്രീയ നേതാവിനെ അനന്തപുരിയിൽ നിന്നും അയച്ചത്. കൊല്ലത്തേക്ക് വന്നപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ പാരിപ്പള്ളി മുതൽ കരുനാഗപ്പള്ളി വരെ എത്തി നിൽക്കുമ്പോൾ അത് തന്നെയാണ് സാഹചര്യം. ഈ തെരുവീഥികളിലെല്ലാം, മനുഷ്യർ ഒത്തുകൂടുന്ന ഇടങ്ങളിലെല്ലാം നിറയെ മനുഷ്യർ വന്നിങ്ങനെ VSനെ കാണാൻ നിൽക്കുകയാണ്. നിശ്ചയിച്ച സ്ഥലങ്ങൾ പലതായിരുന്നു, പക്ഷേ അതിനെല്ലാം അപ്പുറം മനുഷ്യർ എവിടെയൊക്കെ ഒത്തുകൂടുന്നിരുന്നു, മനുഷ്യർ ഏതെല്ലാം ഇന്നലകളിൽ ഒത്തുകൂടിയിരുന്നു, ആ മേഖലകളിലെല്ലാം ആ മനുഷ്യരെല്ലാം വന്നിങ്ങനെ അങ്ങ് ഒത്തുകൂടുകയാണ് VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം 6 മണിയായി.
മരിക്കുന്നു. ഈ 6 മണിയായപ്പോൾ പോലും കരുനാഗപ്പള്ളിയിൽ മാത്രമാണ് ഈ വിലാപയാത്ര എത്താൻ സാധിച്ചത്. അതെന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിൽ ഈ തെരുവീഥികളിലെല്ലാം ഇത്രയും വലിയ മനുഷ്യരുടെ ആൾക്കൂട്ടം വന്ന് നിറഞ്ഞു. വി എസിന് വേണ്ടിയിട്ട് അവർ എല്ലാവരും ഒത്തുകൂടി നിശ്ചയിച്ചിരുന്ന സ്ഥലങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ മനുഷ്യരെവിടേക്ക് ഒത്തുകൂടാൻ കഴിയുമോ അവിടെയെല്ലാം അവർ സാധാരണഗതിയിൽ വന്ന് ഒത്തുകൂടി അവരെവിടെയെല്ലാം അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. അവർക്കെല്ലാം മുന്നിൽ വി എസിന് ഒരല്പസമയം തന്റെ അവസാന യാത്രയിൽ ഒരല്പസമയം മാറ്റിവെക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഈ വിലാപയാത്ര ഇത്രത്തോളം സമയമെടുത്തുമാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച് ഈ സമയം കൊണ്ട് ആലപ്പുഴയിലെങ്കിലും എത്തിക്കാൻ സാധിക്കുമെന്ന് കരുതിയിരുന്ന വിലാപയാത്രയാണ്. പക്ഷേ അതൊന്നും എത്തിയില്ല. കരുനാഗപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഈ കരുനാഗപ്പള്ളിയിൽ ആ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ നിറയെ മനുഷ്യർ, ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും തൊഴിലാളികളായ, കൂലിപ്പണിക്കാരായ, ഓട്ടോറിക്ഷ തൊഴിലാളികളായ, ഏറ്റവും സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരും ഇങ്ങനെ വന്ന് വി എസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇന്നലെ വരെ ഒരുപക്ഷെ വി എസിന്റെ രാഷ്ട്രീയത്തെ എതിർത്ത മനുഷ്യർ പോലും ഇങ്ങനെ ഈ കുത്തിയൊലിച്ചൊഴുകുന്ന മഴയത്ത്, അല്ലെങ്കിൽ ഈ കടുത്ത മഴയത്ത് ഇങ്ങനെ വി എസിന് വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ കാത്തു നിൽക്കേണ്ട സാഹചര്യം, വി എസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കേണ്ട സാഹചര്യം രാത്രിയിലും പുലർച്ചെയും എല്ലാം ഉണ്ടായി. അത്രത്തോളം മഹത്തരമായ, അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജീവിതമായിരുന്നു വി എസ് കഴിഞ്ഞ കാലയളവിലെല്ലാം ജീവിച്ചു തീർത്തത്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അതൊരു പക്ഷേ പലപ്പോഴും CPIഎമ്മിനുള്ളിൽ നിന്നും തന്നെ വലിയ എതിർപ്പ് നേരിടേണ്ടി വന്ന, വലിയ തരത്തിലുള്ള വിയോജിപ്പ് നേരിടേണ്ടി വന്ന പല ഘടകങ്ങളിലും വി എസിന് താക്കീത് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പല ഘടകങ്ങളിലും എനിക്ക് തോന്നുന്നു ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ തന്നെ അതിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വരെ വി എസിനെതിരെ വിമർശനം ഉന്നയിക്കേണ്ടി വന്ന പല തീരുമാനങ്ങളിലേക്കും പല നടപടികളിലേക്കും എല്ലാം വി എസ് കടന്നപ്പോഴും അതെല്ലാം മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ അത് മനുഷ്യന് വേണ്ടിയുള്ളതായിരുന്നു. അത് ഏറ്റവും സാധാരണക്കാരായ ജനകീയ സമരങ്ങൾ നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. അതെല്ലാം തന്നെ ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും അധസ്ഥിത വർഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് വി എസ് അച്യുതാനന്ദൻ എല്ലാ കാലത്തും നേരിടേണ്ടി വന്നത്. ഏതെങ്കിലും അഴിമതിയുടെയോ മറ്റാരോപണങ്ങളുടെയോ പേരിലുള്ള വിമർശനങ്ങളല്ല വി എസിന് നേരിടേണ്ടി വന്നത്. പക്ഷേ വി എസിന് ഏതെങ്കിലും ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന വിമർശനങ്ങളെല്ലാം തന്നെ ജനകീയ സമരങ്ങളുടെ ഭാഗമാകുന്നതിനോ, അല്ലെങ്കിൽ പാർട്ടിയുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടതിനോ ഒക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വി എസ് എല്ലാ കാലവും ജനങ്ങൾക്കൊപ്പം നിന്നു എന്ന് ഈ പൊതുജനം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യർ ഒന്നാകെ ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നത് വി എസ് എന്ന ആ രണ്ടക്ഷരത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ നമ്മുടെ നാടൊന്നാകെ വി എസ് എന്ന രണ്ടക്ഷരത്തിലേക്ക് ചുരുങ്ങിയപ്പോൾ ഈ മനുഷ്യരാകെ വി എസിനെ കാണാനായിട്ട് ഈ ഭാഗത്തേക്ക് ഒഴുകിയെത്തി. ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും വി എസിനെ കാണാനായിട്ട് ഇങ്ങനെ മനുഷ്യർ ഒഴുകിയെത്തി. മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ, സമാനതകളില്ലാത്ത തരത്തിൽ ഈ മനുഷ്യൻ തീർച്ചയായും ശ്രീരാജ്, ഇപ്പോ കരുനാഗപ്പള്ളിയിലേക്ക് എത്തുകയാണ് വിലാപയാത്ര. നമുക്കറിയാവുന്നതുപോലെ 16 മണിക്കൂറിലേക്ക് എത്തുകയാണ് ആ വിലാപയാത്ര. തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ചിട്ട് അത് കരുനാഗപ്പള്ളിയിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ഈ കൊല്ലവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് വി എസ് അച്യുതാനന്ദൻ കൊല്ലത്ത് നടത്തിയ സമരങ്ങൾ, അത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും ജനകീയ പോരാട്ടങ്ങളുടെയും തന്നെ ഭാഗമായി ചരിത്രത്തിൽ ഇടം പിടിച്ചവയാണ്. ഈ ചവറ ടൈറ്റാനിയം മേഖലയിലെ തൊഴിലാളി സമരങ്ങളൊക്കെ നമ്മൾ എത്രയോ വട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹം നടത്തിയ ഓരോ സമരങ്ങളും, ഇപ്പോൾ ചവറയുടെ വനമേഖലയിലും ടൈറ്റാനിയം ഫാക്ടറികളിലുമായി തൊഴിലാളികളുടെ നേരിട്ടുള്ള ചൂഷണം, സുരക്ഷാ അപാകതകൾ, അവരുടെ കരാർ നിഷേധം, ഇതിനൊക്കെ തടുക്കാൻ, ഇവയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി വി എസ് നടത്തിയ ഓരോ പോരാട്ടങ്ങളും കൊല്ലംകാരെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? തൊഴിലാളി യൂണിയനുകൾക്ക് നേതൃത്വം നൽകി അദ്ദേഹം ഈ ഖനന മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷയും ആനുകൂല്യവും ഉറപ്പാക്കാൻ നടത്തിയ പോരാട്ടം, അതെങ്ങനെയാണ് കൊല്ലത്തുകാർക്ക് മറക്കാൻ കഴിയുക? പുനലൂർ, കുന്നത്തൂർ മേഖലകളിലായി വനഭൂമിയിൽ കുടിയേറിയവർക്കുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നതായിരുന്നു വി എസ് ഏറ്റെടുത്ത വലിയ ഒരു പോരാട്ടം. ആ ഭൂരഹിതർക്കായി വനഭൂമി ഏറ്റെടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് നിരവധി സമരങ്ങൾക്ക് അദ്ദേഹം നൽകിയ നേതൃത്വം ആ കൊല്ലത്തെ ജനതയ്ക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക?
ഒപ്പം പിൻവലിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായി പെൻഷൻ, റേഷൻ, ജോലി, വിദ്യാഭ്യാസ സൗകര്യം, ഇങ്ങനെ നിരവധി വിഷയങ്ങളിലുള്ള VSന്റെ ഇടപെടൽ അത് ഈ ജനതയ്ക്ക് എന്നെങ്കിലും മറക്കാൻ കഴിയുമോ? അപ്പോൾ ആ ഒരു ജില്ലയ്ക്ക് വേണ്ടി ആ സമരനായകൻ നടത്തിയ പോരാട്ടങ്ങൾ, ആ സമരനായകനെ ഇന്നുകൂടി മാത്രമേ ആ ജനതയ്ക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൂല കാലാവസ്ഥയും മറികടന്ന് എത്ര മണിക്കൂർ വേണമെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവനെ, തങ്ങളുടെ സമരനായകനെ ഒരു നോക്ക് കാണണം. ചിതയിലേക്ക് എടുക്കും മുൻപ് അവസാനമായി ഒരു നോക്ക് അദ്ദേഹത്തെ കാണണം. ആ മുഖം എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കണമെന്ന് കരുതി ഈ ജനക്കൂട്ടം അവിടെ മണിക്കൂറുകളായി തടിച്ചു നിൽക്കുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ ഒരു യാത്രയപ്പ് പ്രതീക്ഷിച്ചതാണ്. VSന് ഇങ്ങനെയേ ഈ ജനതയ്ക്ക് അദ്ദേഹത്തെ, ആ സമരനായകനെ യാത്രയക്കാൻ കഴിയുകയുള്ളൂ.